തിരുവാനിലാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലയാള വെൽക്കം ടു ത്രീ ഫ്രണ്ട്സ് ഫാമിലി വ്ലോഗ്സ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് കുറച്ച് ആൾക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ. 40 ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓണാഘോഷത്തിൻ്റെ വിശേഷങ്ങളുമായി ഇതാ നമ്മളെ ഈ വീഡിയോ കണ്ടോളൂ. അപ്പോൾ ഓണത്തിൻ്റെ തലേ ദിവസം ചിത്തേണ്ടത് ഭയങ്കര തിരക്കിലായിരുന്നു കേട്ടോ. നമ്മൾ കുറേ പൂവൊക്കെ ഇങ്ങനെ പർച്ചേസ് ചെയ്യാൻ പോയി. ഞാൻ പോയില്ല, ചിത്തേണ്ണും ആരോണും കൂടിയാണ് പോയത്. പിന്നെ കുറേ ചെട്ടി, നമ്മുടെ നാട്ടിൽ പോലെ പൂക്കളൊന്നും അധികം കിട്ടാനില്ല. ഇവരെന്നതാ ഓറഞ്ചിൻ്റെ ഉള്ളിൽ കൂടെ മഞ്ഞ ചെട്ടി ഇങ്ങനെ പെറുക്കി എടുക്കുകയാണ്. അപ്പോൾ ഉത്രാടപ്പാശലിൻ്റെ തിരക്കിലാണ് ചിത്തേണ്ണ കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ പൂ വാങ്ങിയിട്ട് നമ്മളെ വീട്ടിൽ കുറച്ച് ആൾക്കാരൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ അവരൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി നമ്മളെ പൂക്കൾ എങ്ങനെയാണെന്നൊക്കെ ഒന്ന് ഇടാമെന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് പൂവൊക്കെ വാങ്ങിയിട്ട്, കാരണം അധികം ഇന്ത്യക്കാരാണ് വരുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത് വെജിറ്റബിൾസ് ഒക്കെ വാങ്ങാൻ പോവാണ്. ചിത്തേണ്ണും ആരോണും നിഖില് വിഷ്ണു നമ്മളെ കുറച്ച് മലയാളികളാണ് കേട്ടോ. അവരെ ഇവിടെയുള്ള മലയാളി, നമ്മുടെ ബത്തിൻ്റെയിലെ മലയാളികളും കൂടെയാണ് പർച്ചേസ് ചെയ്യാൻ പോയത്. അപ്പോൾ നമുക്ക് ഓണത്തിൻ്റെ വിശേഷങ്ങൾ 2K25 ഓണം. അപ്പോൾ നമ്മൾ പൂക്കളൊക്കെ അടിച്ച് പൊളിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കമൻറ്റ് ഇടാൻ മറന്നു പോകരുത്, ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമ്മളെ പഞ്ചാബിലെ ഇതാ മലയാളി ഫാമിലീസ് ആണോ ഒരാളൂടെ ഉണ്ടായിരുന്നു, അവർ നമുക്ക് മിസ്സായി. എന്തായാലും ഇവിടെ വരവൊക്കെ കണ്ടിട്ട് അടിപൊളി നമ്മൾ ഓണം കിടക്കുന്ന വരവിലേക്കാണ് അവർ വരുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണണം. ഒരു അടിപൊളി ഗെയിമൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. എന്തായാലും ഒരു അടിപൊളി പോസ് ആട്ടോ അവരുടെ. അടുത്ത നമ്മളെ ലേഡീസ് ആണ് കേട്ടോ. നമ്മളിതാ ഞാനിവിടെ ഓരോ പോസ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവർക്കിത് കണ്ടിട്ട് തന്നെ ചിരി വരുന്നുണ്ട്. പക്ഷെ ചിരിക്കണ്ട, നമ്മളെന്തായാലും ചെയ്യല്ലേ വിചാരിച്ച് ഞാൻ അവരെ പ്രോത്സാഹിപ്പിച്ചിട്ടോ. എന്തായാലും ഇത്ര കഷ്ടപ്പെട്ട് ഈ സാരിയൊക്കെ കൊടുത്തല്ലേ നമ്മൾ 2-3 സ്റ്റെപ്പൊക്കെ ഇടാന്ന് പറഞ്ഞ് അവരൊക്കെ ഇതാ ഇങ്ങനെ സ്റ്റെപ്പൊക്കെ ഇട്ട് വരുന്നുണ്ട്. വന്ന നമ്മളെ മലയാളി മങ്കന്മാരാണെന്നേ തോന്നുള്ളൂ. 4 മങ്കന്മാരുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മളെ വീഡിയോയിൽ കമൻറ്റ് ഇടാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ വിഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് വിഭവങ്ങൾ 22 വിഭവങ്ങളുണ്ടായിരുന്നു. ഏകദേശം എല്ലാവരും വീട്ടിൽ നിന്ന് വെച്ചുകൊണ്ടുവന്നാണ് കേട്ടോ. ഓരോ ആൾക്കാർക്ക് 3 വിഭവങ്ങളുണ്ടായിരുന്നു. പിന്നെ എന്തായാലും എല്ലാ വിഭവങ്ങളും ഒന്നിനൊന്ന് മെച്ചായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. പച്ചടി, കിച്ചടി, അവിയൽ, തോരൻ പറയണ്ട, സൂപ്പർ ആൻഡ് ഡൂപ്പർ ആയിരുന്നു. അപ്പം നമ്മുടെ ഫുഡ് ഏകദേശം കൊടുക്കാൻ ടൈം ആയിട്ടുണ്ട്. ചിത്തേടൻ്റെ യൂണിറ്റിലുള്ള, അതായത് വർക്ക് ചെയ്യുന്ന സ്ഥലത്തുള്ള കുറച്ച് ആൾക്കാർ എല്ലാവരും വിളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ഫാമിലീസും വന്നിട്ടുണ്ട്. ഇത് ജെൻസ് ലോഗിനെ ആദ്യം എടുത്തതാണ് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ലൈക്ക് ചെയ്യാൻ മറന്നു വരുത്, കമൻറ്റ് ചെയ്യാൻ മറന്നു വരുത്. ഇനിയും നല്ല അടിപൊളി വിശേഷങ്ങളുണ്ട്. അപ്പോൾ നമ്മളിതാ സദ്യയൊക്കെ കഴിക്കാൻ തുടങ്ങുകയാണ്. ഇത് കുറച്ച് ഹിന്ദി ഫാമിലീസാണ് കേട്ടോ. അവർക്ക് ഇലയിലൊക്കെ ഇങ്ങനെ കഴിക്കുന്നത് അവർക്കൊരു പ്രത്യേകതരം അനുഭവമാണ്. കാരണം അവർക്കറിയില്ല ഇത് നമ്മളെ സംഭവങ്ങൾ എന്തൊക്കെയാണ്. ഇതെന്താ ചോറ് വരെ കണ്ടിട്ട് ഇതെന്താന്ന് ചോദിച്ചവരുണ്ട്. കാരണം ഈ സ്ഥലങ്ങളിലേക്കൊക്കെ നമ്മളെ ചപ്പാത്തി പൂരിയൊക്കെ ആണല്ലോ. നമ്മളിതിലെവിടെ ആണല്ലോ ചോറ് അധികം കഴിക്കുക. അപ്പോൾ അവർ കഴിക്കട്ടെ. നെക്സ്റ്റ് ഇതാ നമ്മളെ ഗെയിംസ് സ്റ്റാർട്ടായിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ആദ്യം തന്നെ നമ്മളെ മ്യൂസിക്കൽ ചെയറാണ് നമ്മൾ കളിച്ചത്. എല്ലാ ജെൻസും ലേഡീസും നമ്മളെ ഫാമിലീസ് കേട്ടോ. 4 ഫാമിലീസും നമ്മളെ കുട്ടികളും എല്ലാവരും കൂടിയാണ് കളിച്ചത്. അപ്പം തന്നെ അടിപൊളിയായിരുന്നു. വ്യത്യസ്തമായൊരു അനുഭവമായിരുന്നു മക്കളെ. അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മളിവിടെ വന്നിട്ട് ഏകദേശം 2 മാസം 3 മാസം ആവുന്നതേ ഉള്ളൂ. അപ്പം ആകെയുള്ള 4-5 ഫാമിലിയുള്ളൂ. ഒരു ഫാമിലി നമുക്ക് മിസ്സായിപ്പോയി, അവർ ലീവിന് പോയതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ പെട്ടെന്ന് തന്നെ അറ്റാച്ച്ഡായി എല്ലാവരുമായിട്ട്. നിഖിൽ ആൻഡ് ഫാമിലി ഉണ്ട്, വിഷ്ണു ആൻഡ് ഫാമിലി ഉണ്ട്, ബിജുലാൽ സാർ ആൻഡ് ഫാമിലി, പിന്നെ നമ്മളും. ഒരാളെ മിസ്സായത് അത് അഖിൽ ആൻഡ് ഫാമിലിയാണ്. എന്തായാലും ലാസ്റ്റ് മ്യൂസിക്കൽ ചെയറിൽ ചിത്തേണ്ണൻ ജയിച്ചിരിക്കുന്നു ഗൈസ്. നെക്സ്റ്റ് ഇതൊരു വ്യത്യസ്തമായൊരു ഗെയിമാണ് കേട്ടോ. ഇത് ജെൻസിലൊക്കെ കണ്ണെട്ടി സ്വന്തം ഭാര്യേനെ ഏതാണെന്ന് കൈ ടച്ച് ചെയ്തിട്ട് പറയണം. ഇതൊരു അടിപൊളി ഗെയിമാണ് കേട്ടോ. അപ്പോൾ എല്ലാ ഭർത്താക്കന്മാരോടും പറയാനുള്ളത്, എപ്പോഴെങ്കിലും സ്വന്തം ഭാര്യമാർക്ക് ഷൈക്കൻ്റെയൊക്കെ ഒന്ന് കൊടുക്കണം, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഫസ്റ്റ് ഗെയിം കളിച്ചത് നമ്മളെ വിഷ്ണു ആണ് കേട്ടോ. അപ്പോൾ വിഷ്ണു ഇത് എല്ലാവരും ഷൈക്കൻ്റ് കൊടുക്കുന്നുണ്ട്. അവനല്ല എന്ന് പറയുന്നുണ്ട്. ലാസ്റ്റ് നമ്മളേതാ നിഖിലിൻ്റെ വൈഫ് വന്ന് ഷൈക്കൻ്റ് കൊടുത്തു. അപ്പോൾ ഇതാണെന്നാ പറഞ്ഞത്, സ്വന്തം ഭാര്യനെ കൈയാണെന്ന് പറഞ്ഞു. അവനെന്നെ ചമ്മിപ്പോയി. ദൈവമേ ഇതെന്താണ് എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഭാര്യ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട്. നീ എന്താ വന്ന് ഷൈക്കൻ്റ് തരാഞ്ഞെന്നൊക്കെ ചോദിച്ച്. നെക്സ്റ്റ് നമ്മളെ ബിജുലാൽ സാറാണ് കേട്ടോ. ബിജുലാൽ സാർ അല്ല എന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് മകൻ്റെ ഷൈക്കൻ്റ് കൊടുത്തപ്പോഴാണ് പറഞ്ഞത് ഇത് വൈഫാണെന്ന്. അത് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഗെയിം കളിച്ചത് ജിത്തേണ്ണനാണ്. ജിത്തേണ്ണന് പിന്നെ പറയണ്ട. ഞാൻ വന്ന് 2 പ്രാവശ്യം കൊടുത്തിട്ട് പിന്നെ മനസ്സിലായില്ല. എല്ലാവരും കൊടുത്ത്
അല്ല 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 ആരാധ്യ കൊടുത്തു, ഞാൻ കൊടുത്തിട്ടും ഇതുമല്ല, ദൈവമേ പോയി, കയ്യിൽ നിന്ന് പോയി. നെക്സ്റ്റ് നമ്മൾ ലേഡീസിലാട്ടോ. ചിപ്പിയാണ് ആദ്യം തന്നെ ഇറങ്ങിയത്. അപ്പോൾ ചിപ്പി ഇതാ സ്വന്തം വർത്താനം തന്നെ ഇതാണെന്ന് കണ്ടുപിടിച്ചിരിക്കുന്നത് ഗൈസ്. അപ്പോൾ ഒരു കൈ അടിച്ച് നമ്മൾ പ്രോത്സാഹിപ്പിച്ചിട്ടോ, കണ്ടുപിടിക്ക് ഭർത്താക്കന്മാരെ. നെക്സ്റ്റ് നിഖിലിൻ്റെ കൂടെയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വിഷ്ണുവിൻ്റെ വൈഫാണ് ഷൈക്കൻ്റെ എടുത്തത് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ ഓരോരുത്തരായിട്ട് ഷൈക്കൻ്റെ എടുക്കുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ കൈ കൊടുക്കണം എന്നൊരു ആഗ്രഹം കേട്ടോ. അവരും കൊടുത്തിട്ട് നമ്മളിതാ കൊടുക്കുന്നുണ്ട്, എല്ലാവരും ഷൈക്കൻ്റെ കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് ആൾക്ക് ചെറിയൊരു ചമ്മലൊക്കെ ഉണ്ട്. ഇത് ആദ്യമായിട്ട് കളിക്കില്ല ഇങ്ങനെ ഒരു ഗെയിം അല്ലേ. അപ്പോൾ നമ്മൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഷൈക്കൻ്റെ കൊടുക്കുന്നുണ്ട്. ഞങ്ങൾക്കാണെങ്കിൽ ചിരിച്ചിട്ട് പാടില്ല കേട്ടോ. അപ്പം സ്വന്തം വൈഫിൻ്റെ ഒന്ന് ഷൈക്കൻ്റെ കൊടുക്കട്ടെ വിചാരിച്ചു ഞങ്ങൾ. അപ്പോൾ അല്ല ഇതല്ലാന്ന് പെട്ടെന്ന് തന്നെ പറഞ്ഞു. ഞാൻ വേഗം പോയി ഒരു ഷൈക്കൻ്റെ അങ്ങ് കൊടുത്തിട്ടോ. അപ്പോൾ നെക്സ്റ്റ് വിഷ്ണുവിൻ്റെ ഭാര്യയാണ് കൊടുത്തത്. അതാണ് വൈഫ് എന്ന് പറഞ്ഞതിൻ്റെ ദൈവമേ. അയ്യോ ആളല്ലേ ഇതായി. നെക്സ്റ്റ് നമ്മളെ ആതിരാണ് കേട്ടോ. ആതിരാണ് എല്ലാവരും ഷൈക്കൻ്റെയൊക്കെ വാങ്ങിക്കുന്നുണ്ട്. ഞങ്ങളിതാ സ്വന്തം ഭർത്താവിനെ അല്ലാന്ന് പറഞ്ഞു. അല്ല സ്വന്തം ഭർത്താവിനെ അല്ലാന്ന് പറഞ്ഞു കേട്ടോ. നല്ല രസമാണ് കേട്ടോ. ഇങ്ങനൊരു ഗെയിം, ഒരു അടിപൊളി ഗെയിമായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും 2-3 പ്രാവശ്യം ഷൈക്കൻ്റെ എടുത്തു. പക്ഷേ അല്ല എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ പറഞ്ഞു ഗെയിം കഴിഞ്ഞ് മോളെയാണ്. അടുത്ത് എൻ്റെ വീടാണ് കേട്ടോ. എനിക്കിതാ അങ്ങനെ ഷൈക്കൻ്റെ തന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. കൈ കണ്ടപ്പോഴേ ഞാൻ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളത് താരം വന്ന് ഷൈക്കൻ ചെയ്യുന്നുണ്ട്. കണ്ടപ്പോൾ തന്നെ കുറച്ചൊന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഞാനാണെന്ന് പറഞ്ഞ് കൺഫേം ആക്കിട്ടോ. നെക്സ്റ്റ് നമ്മൾ ദിവ്യാണ് കേട്ടോ ചെയ്ത്. ദിവ്യനെ പറ്റിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നതാണ്, ഹസ്ബൻഡിൻ്റെ വാച്ച് എടുത്ത് കെട്ടിയതോ ഇതാണ് ഹസ്ബൻഡ് എന്ന് പറഞ്ഞ് അത് ഭയങ്കരമായിട്ടുണ്ടോ. ഇനി ആരാധ്യക്ക് കളിക്കണം എന്നൊരാഗ്രഹം. ആരാധ്യനോട് പറഞ്ഞ് അമ്മ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ. ആരാധ്യ കറക്റ്റ് കണ്ടുപിടിച്ചു. എന്നാലും ഞാൻ ആദ്യം ആയപ്പോൾ അവൾക്ക് മനസ്സിലായില്ല. പിന്നെ പോയപ്പോഴാണ് യെസ് എന്ന് പറഞ്ഞത്. നെക്സ്റ്റ് നമ്മൾ സുന്ദരിക്ക് പൊട്ടുകുത്തലാണ് കേട്ടോ. ആദ്യം തന്നെ ദേവാണ് കുത്തിയത്. നെക്സ്റ്റ് ആരാധ്യൻ്റെ കൂടെ നല്ല മൂക്കിലും കണ്ണിലും ഒക്കെയാണ് കേട്ടോ ഒരു പൊട്ടുകുത്തുന്നത്. നെക്സ്റ്റ് നമ്മളെ വലിയ ആൾക്കാരിലേക്ക് കിടക്കാണ് കേട്ടോ. അങ്ങനെ അജിത്തേണ്ട ഗുണമായിരിക്കുന്നു ഗൈസ്. ആരും അങ്ങനെ കണ്ണിലും മൂക്കിലും ഒക്കെയാണ് കേട്ടോ പൊട്ടുകുത്തിയത്. അങ്ങനെ ദിവ്യൻ്റെ ഗുണമായിരിക്കുന്നു. ദിവ്യ എല്ലാവരും കറക്റ്റ് സ്ഥലത്തൊന്നും നല്ല പൊട്ടൊക്കെ കുത്തണം കേട്ടോ. അങ്ങനെ നിഖിലിൻ്റെ നിഖിലും മെഷർമെൻ്റൊക്കെ എടുക്കുന്നുണ്ട് എല്ലാവരും. ഇവിടാണ് കടലാസൊന്നും കാണുന്നില്ല. അങ്ങനെ വിഷ്ണു അടുത്തത് മെഷർമെൻ്റൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും. അങ്ങനെ ചിലവരൊക്കെ പറ്റിക്കാൻ വേണ്ടി കടലാസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വെക്കുന്നുണ്ട്. സാറാണ് വിജിലാൽ സാറിൻ്റെ പൊട്ടുകുത്തൽ കണ്ണിലാണെന്ന് തോന്നുന്നു. നമ്മളെല്ലാവരും അടിച്ചു പൊളിച്ച് ഗൈസ് ഈ ഓണം അടിച്ചു പൊളിച്ചു. ഇത് അടുത്തത് ആദിൻ്റെ ഊഴമായിരുന്നു. ഏകദേശം കറക്റ്റായിട്ട് ചെയ്തത് ആദിന് തന്നെയാണ് കേട്ടോ. അത് ഏകദേശം പൊട്ടിൻ്റെ സ്ഥലത്ത് തന്നെ അവൾ കുത്തിയിട്ടുണ്ട്. അങ്ങനെ നെക്സ്റ്റ് ചിപ്പീൻ്റെ ഊഴമായിരുന്നു. ചിപ്പീനെ നല്ലപോലെ മുറുക്കിയൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ ദിവ്യം. അപ്പോൾ ചിപ്പിയും കറക്റ്റായിട്ടൊന്നല്ല ചെയ്തത്. നമ്മൾ മൂക്കിലും കണ്ണിനും കവിളത്തും ഒക്കെയാണ് അടുത്തത്. ഞാനും പിരിയത്തിൻ്റെ അടുത്തൊക്കെ ഞാൻ കൊണ്ട് പൊട്ട് കുത്തുന്നത് കേട്ടോ. എന്തായാലും നല്ല അടിപൊളി ഓണമായിരുന്നു കേട്ടോ. 2K25 പഞ്ചാബ് നമ്മളെ ബത്തിൻ്റെയിലെ അടിപൊളി ഓണമായിരുന്നു ഗൈസ്. ഇതാണ് നമ്മളെ നിഖിൽ ദാസ് ആൻഡ് ഫാമിലി, വിഷ്ണു ആൻഡ് ഫാമിലി, ബിജുലാൽ സാർ ആൻഡ് ഫാമിലി, പിന്നെ നമ്മളെ ജിതേഷ് സാർ ആൻഡ് ഫാമിലി. ഇത് നമ്മളെ മലയാളി മങ്കന്മാർ കേട്ടോ. അപ്പോൾ നമ്മളിതൊക്കെ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് നമ്മളെ സിംഗിൾ മാൻസിനെയും കുറിച്ച് ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെയും കൂടി ഇതാ ഗിഫ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഓണം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. ഇത് നമ്മളെ കുട്ടീസാണ് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ലൈക്ക് ആൻഡ് കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ബത്തിൻ്റെയിലെ ഓണാഘോഷം നമ്മൾ അടിച്ചു പൊളിച്ചു. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. ബൈ.